സർജറി കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. അതെനിക്ക് ഞാൻ മറ്റൊരാളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ കംഫർട്ടബിൾ ആകുന്ന ഏതൊരു അവസ്ഥയും നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ളതാണ് സർജറിയെ പറ്റി. പൊതുവെ ഇത്തരം ചോദ്യങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ട്. എന്തായാലും എൻ്റെ പാർട്ട്ണറിന് മാത്രമേ അത് കൺസേൺ ഉള്ളൂ. കാരണം അയാളാണ് അത് വേണോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ആഗ്രഹിക്കേണ്ടത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര സമയം കൊടുക്കുക എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദ. അപ്പം അങ്ങനെ ആ സമയം കൊടുത്ത് എനിക്ക് ഭയങ്കര കുറച്ച് കണ്ടീഷൻസ് എപ്പോഴും ഉള്ള ഒരാളാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എനിക്ക് ടേക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ എന്നെ തിരിച്ച് ടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാകണമെന്നൊരു ആഗ്രഹം, നിർബന്ധമല്ല. പക്ഷെ അവൾ പ്രണയിക്കുമ്പോൾ അതൊക്കെ നിർബന്ധം ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. വിവാഹത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? അധികം പ്രായമില്ലാത്തത് കൊണ്ട് ഉടനെ തന്നെ ഉണ്ടാവാം. ഞാൻ ഭയങ്കര ഡ്രസ്സിങ്ങിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര ഇഷ്ടം എനിക്ക് ഒരുങ്ങി എവിടെയെങ്കിലൊക്കെ പോകാൻ 10 അത് നോക്കണം, അഭിപ്രായം പറയണം. എനിക്ക് മസ്റ്റ് ആട്ടോ എന്നെ കണ്ടിട്ട് ഞാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ. ലാസ്റ്റ് റിലേഷൻ ഭയങ്കര പ്യുവറായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഓർമ്മകളുള്ള ഒരു റിലേഷൻ. അത് എവിടെ ഞാൻ പറയും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഓപ്പോസിറ്റ് നിന്നിരുന്ന ആ വ്യക്തി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഒഴിഞ്ഞു പോയതെന്ന് പറയുമ്പോൾ നമ്മൾ മ്യൂച്വലി അത് മനസ്സിലാക്കി. അന്ന് പുള്ളിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഇല്ലെങ്കിലും പുള്ളി രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സാധനമാണ്. സൗണ്ടൊക്കെ മാറിയിട്ടില്ല, എന്താ വിഷമമുള്ളത്, ചെറിയൊരു വിഷമം എനിക്ക് ഉണ്ടായെന്നുള്ളതാണ്. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ലോകത്ത് ഒരാൾ എൻ്റെ ഉമ്മ തന്നെ ആയിരിക്കണം. സാധാരണ ഒരു ആൺകുട്ടി വീട്ടിലുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാനത് അങ്ങനെ പറയാൻ കാരണം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അവരുടെ നജീബാണ്. അതിലെനിക്ക് ഒരു മാറ്റവും ഇല്ല. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷിക്കുന്ന ഒരു സ്പേസ് എന്നുള്ളത് ഫാമിലിയുടെ ഒപ്പമാണ്. ഓഹോ, പച്ചച്ചാറായം കൊണ്ട് കൊട്ടാരം നാട്ടിച്ചു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ നിന്ന് മൗനസരോവരമാകെ ഉണർന്നു, സ്നേഹമയോരതമേറെ ഉണർന്നു, കനകാങ്കുലിയാം നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹലോ, നമസ്കാരം. ഓക്കെ, എനിക്കൊന്ന് ചേച്ചി ആരുടെ സ്കിന്നിലൊന്നും അങ്ങനെ തൊടാത്ത ഒരാളാന്ന് തോന്നുന്നുണ്ടല്ലേ? നിങ്ങള് സോലിഹത്തായ ഇബ്ലീസുകളെ തൊടൂലെന്നേ ഉള്ളൂ. പഠിപ്പിച്ചതാ. പള്ളിന്ന് പഠിപ്പിച്ചതാ? ഓക്കെ. ഒരു മണം വരുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? പാലിന്റെ മണം. പാലിന്റെ മണോ? പാലാ, പനീർ എന്തോ അങ്ങനത്തെ ഒരു മണം ഉണ്ടോ? എനിക്കറിയില്ല. ഉണ്ടോ? പനീറിന്റെ മണോ? പനീറാണോ പാലാണോ എന്തോ അങ്ങനത്തെ ഒരു മണം. എനിക്ക് പണ്ടേ ഇഷ്ടം പാലിന്റെ മണം. ആണോ? ഓക്കെ, അപ്പൊ ഞാൻ അത് മതി. ഒന്നുമില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹേ ഹലോ, എല്ലാവർക്കും മൈൽസ്റ്റോൺ മേക്കേഴ്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ നോൺ ഓക്വേർഡ് ഇന്റർവ്യൂ. നമസ്കാരം. ഇപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ട നാദ്ര മെഹറിൻ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പതിവുള്ള നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനത്തെ സംഭവം അല്ല. ഇത് ഫുൾ ഒരു സെഗ്മെന്റ്സ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു പാലോ ചിലപ്പോ ഇതിന്റെ മണമായിരിക്കും നേരത്തെ വന്നത്. സുന്ദരനാണ്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഹായ്. ചേട്ടന് ഇഷ്ടപ്പെട്ടു? ചേട്ടന് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലെന്നോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം നമ്മുടെ പൊതുവെ ഉള്ള ഒരു ഇന്റർവ്യൂ സെഷൻ പോലെ അല്ല, ഇത് ഒരുപാട് സെഗ്മെന്റ്സ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ നാദിര തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ സർജറീസും ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം സർജറീസും ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ ഇത്? അല്ല, എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്യാപ്പ് എടുത്ത് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ്. സർജറീസ് ഇപ്പം എന്റെ സർജറി കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. അതെനിക്ക് ഞാൻ മറ്റൊരാളോട് പറയേണ്ട കാര്യമില്ല. കാരണം ഓഫ് കോഴ്സ് എന്റെ സർജറി അറിയേണ്ടത് ഒരാളായിരിക്കും, മൈ പാർട്ട്ണർ. എന്തായാലും എന്റെ പാർട്ട്ണറിന് മാത്രമേ അത് കൺസേൺ ഉള്ളൂ. കാരണം അയാളാണ് അത് വേണോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ആഗ്രഹിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഞാൻ കംഫർട്ടബിൾ ആകുന്ന ഏതൊരു അവസ്ഥയും നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ളതാണ് സർജറിയെ പറ്റി. പൊതുവെ ഇത്തരം ചോദ്യങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അത് അറിയാത്തവർക്ക് പറഞ്ഞു തരാണ് ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞാൽ ഇല്ലെങ്കിലൊക്കെ എന്താ, മനുഷ്യനല്ലേ പിള്ളേ. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോവാണ്. ഫസ്റ്റ് സെഗ്മെന്റിന്റെ പേരാണ് ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ.
ഉത്തരം ഞാൻ പറയണോ? അല്ല, ഞാൻ ചോദിക്കുന്ന സെഗ്മെന്റിന്റെ പേരാണ് ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പൊ നാദിറ പറയണം. ഓ ഷുവർ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാദിറ മെഹറിന്റെ മൊബൈൽ നമ്പർ. പബ്ലിക്കലി പറയണോ? ഇല്ല, കുറച്ച് പറഞ്ഞിട്ട്. ആ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ മ്യൂട്ട് ചെയ്ത് ഇട്ടാ മതി. ഓക്കെ. ഓ ഞാൻ പറയണെങ്കിൽ ഓക്കെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാദിറ മെഹറിന്റെ മൊബൈൽ നമ്പർ. 90741912 ഉമ്മ. ഉമ്മ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, തീർത്തും അപരിചിതനായ ഒരാളോടൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ്. എനിക്ക് ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കുന്ന ഒരാളാണ്. അതിലൊന്നാണ് ഇത്. അഫ്കോഴ്സ് 100 ദിവസം ബിഗ് ബോസിൽ അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആരെയും പരിചയമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസിലൊക്കെ താമസിച്ച് എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം എന്ത് സംഭവിച്ചാലും ഞാൻ ഓക്കെയാണ്. എന്ത് സംഭവിച്ച? അല്ല അത് ഓക്കെ അല്ല, ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ട്, സംഭവിക്കാതെ നോക്കാൻ എനിക്കറിയാം. അറിയാം. പിന്നെ ജെൻഡർ പറഞ്ഞിട്ടില്ലല്ലോ, ഫീമെയിൽ ആവാം, മെയിൽ അതെ ആവാം. അതെ, അത് ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനും മെഹറും. അപ്പോഴോ നമ്മള് ഇവിടുത്തെ കൊച്ചി പിന്നെന്താ, നമ്മള് കൊച്ചിയിലാണെങ്കിൽ ഹിഡൻ ഫുഡ് സ്പോട്സ് എക്സ്പ്ലോർ ചെയ്യും. അതെ അല്ലേ? കൊച്ചിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? എനിക്ക് ഇവിടുത്തെ തിരക്ക് ഭയങ്കര തിരക്ക് ഇഷ്ടാണോ? ആരും പറയോ? തിരക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൈറ്റ് ലൈഫ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇഷ്ടാണ്. ഞാൻ നൈറ്റ് ജീവനോടെ നിൽക്കുന്ന ഒരാളാണ്. രാവിലെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുമായിരിക്കും. എന്തെങ്കിലും ഇനാഗുറേഷൻ ആരെയും വിളിച്ച് ഞാൻ പറയും അതൊന്ന് 3 മണിയാക്കി തരുമെന്ന് ചോദിക്കും. രാവിലെ ഒക്കെ ആയിരിക്കും രാഹുകാലമൊക്കെ നോക്കിയിട്ട്. അപ്പൊ ഒരു അയ്യോ സോറി രാഹുകാലാണ് പറയും. പക്ഷെ എനിക്ക് വൈകിട്ടാണ് ഇഷ്ടം. വൈകുന്നേരങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ തുപ്പൽ മുഖത്ത് തെറിച്ചിട്ടുണ്ട്? ഇല്ല. അയ്യോ ഞാൻ ഓർക്കണോ? ഇതുവരെ ഇല്ലേ? ഉണ്ടായിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. ഇല്ല ഞാനൊരു ഗ്യാപ്പ് ഇട്ടാ നിക്കണം എല്ലാവരും. ഓക്കെ, അടുത്തത്, ഒരു ഗ്ലാസ് ഡോർ ഓപ്പൺ ആയി കിടക്കുമായിരുന്നു എന്ന് കരുതി പോയി ഇടിച്ചിട്ടുണ്ടോ? ആരായിരിക്കും? ആരാ? ഓക്കെ, ഇടിച്ചിട്ടൊന്നും ഇല്ല. ഞാൻ ഭയങ്കര വീഴും. അയ്യോ അത് ഭയങ്കര കോമഡി. ഞാൻ എപ്പോൾ വന്ന് വീഴും, ഞാൻ സ്ലിപ്പാവും. പക്ഷെ ഞാൻ ഭയങ്കര മാനേജ് ചെയ്യും. ഇപ്പൊ ഞാൻ സ്ലിപ്പായാലും ഇങ്ങനെ ചമ്മത്തില്ല, പക്ഷെ അങ്ങനെ കുറച്ച് മാനേജ് ചെയ്യും. അതെ, ജോമോൾ പിന്നെ ചമ്മുമല്ലോ. പക്ഷെ ഞാൻ കുറച്ച് അയ്യോ അപ്പൊ തന്നെ ഞാൻ ഇരിക്കും അവിടെ, കാല് വേദനിച്ചതുപോലെ. വേദനിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ആൾക്കാർ ഓടി വരുള്ളൂ. ചിരിക്കും ആൾക്കാർ. ഞാൻ ഭയങ്കര ഉടായിപ്പാ. ഓക്കെ, അടുത്തത്, കീറിയ വസ്ത്രം അറിയാതെ ധരിച്ച് പുറത്തു പോയിട്ടുണ്ടോ? അറിഞ്ഞോണ്ട് പുറത്തു പോയിട്ടുണ്ട്. അത് ആരും ശ്രദ്ധിക്കില്ലല്ലോ ആ സ്പോട്ട് നോക്കിയിട്ട് ഇട്ടിട്ട് വരുന്നേ. ഞാൻ ഭയങ്കര ഡ്രസ്സിങ്ങിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര ഇഷ്ടം എനിക്ക് ഒരുങ്ങി എവിടെയെങ്കിലൊക്കെ പോകാൻ. 10 അത് നോക്കണം, അഭിപ്രായം പറയണം. നീ മസ്റ്റ് ആട്ടോ എന്നെ കണ്ടിട്ട് ഞാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയണത് ഭയങ്കര ഇഷ്ടമാണല്ലേ? അപ്പം ലൈക് കോസ്റ്റ്യൂമിനും മേക്കപ്പിനൊക്കെ ആണോ കൂടുതൽ? ഞാൻ കുറച്ചും കൂടി പ്രയോറിറ്റി ഇപ്പം കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ കിട്ടുന്ന ചാൻസ് അങ്ങനെയാണല്ലോ. പ്രോഗ്രാംസിൽ അല്ലെങ്കിൽ ഈവൻസിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുങ്ങി പോകണം എന്നുള്ളത് അറിയായിരിക്കും. പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ആൾക്കാർ ഇപ്പൊ എനിക്ക് മെസ്സേജ് അയക്കും അടുത്ത കോസ്റ്റ്യൂം കാണാൻ വെയിറ്റിംഗ്. ഞാൻ എന്റെ കോസ്റ്റ്യൂംസ് ഞാൻ ഡിസൈൻ ചെയ്യുന്നതാ. ഞാൻ പക്ഷെ തയ്ക്കുന്നതല്ല, ഞാൻ ചെയ്യിപ്പിക്കാം. പല ബുട്ടീക്സ് ആയിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കാം. പക്ഷെ അതിന്റെ ഡിസൈനിലെ പിറകിൽ ഞാൻ ഉണ്ട് എന്നുള്ളതാ. എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പം ഏറ്റവും കൂടുതൽ ടൈം ആയാലും മണി ആയാലും സ്പെൻഡ് ചെയ്യുന്നത് ലൈക്ക്? ഇന്നേ വരെ ഞാൻ ആഫ്റ്റർ ബിഗ് ബോസ് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല, മേക്കപ്പ് ചെയ്യാൻ കാശ് കൊടുത്തിട്ടില്ല, ഇതുവരെ ഞാൻ രൂപ കൊടുത്ത് എടുത്തിട്ടില്ല എന്നുള്ളതാ. എല്ലാം കൊളാബ് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു. ഓക്കെ, അടുത്തത്, വസ്ത്രത്തിലോ ശരീരത്തിലോ കാക്ക പുള്ളി ഉണ്ടോന്നോ? കാക്കപ്പുള്ളി അയ്യോ ഉണ്ട്. കോളേജ് ഞാൻ ശ്രീശങ്കറിലാണ് പഠിച്ചത്. ശ്രീശങ്കറിൽ പഠിച്ച എല്ലാവർക്കും അറിയാണ്ടാവും. അവിടെ കുറച്ചുകൂടി മരം കാടൊക്കെ ഉള്ളത്. അയ്യോ അതൊക്കെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. എപ്പോഴും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ അയ്യോ അതെനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാനിങ്ങനെ എവിടെയോ ഇങ്ങനെ അത് ഞാൻ ആ സമയത്ത് ഇങ്ങനെ നിക്കുന്ന സമയത്ത് എന്തോ ഒരു പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ആരും കണ്ടില്ലല്ലോ എന്ന് എഴുതിട്ട് തുടക്കുമല്ലോ ഇങ്ങനെ. ആരും കണ്ടി അന്ന് ടവല് പോലും ഇല്ല കയ്യില്. ഞാൻ കൈ വെച്ചിരുന്നു. ഓക്കെ അല്ലേ? അതെ അതെ, എനിക്ക് ആ ഒരു തവണ ഇങ്ങനെ എന്തോ കാര്യത്തിന് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചേക്കാം, കറക്റ്റ് കയ്യിലേക്ക് വന്ന് വീണിട്ടുണ്ട്. പ്രസാദ. അതെ പ്രസാദ. ശുക്ലാം ഭരതരം വിഷ്ണു എന്നാണ്. അതെ. അടുത്തത്, മറ്റൊരാളുടെ
ഫോൺ ലോക്ക് അടിക്കാൻ കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാവരുടെ ഫോണും പരിശോധിക്കും. ആണോ? ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് എന്റെ കൂടെ എല്ലാവർക്കും അറിയാം. ഞാൻ പരിചയമില്ലാത്ത ആൾക്കാരുടെ ആണെങ്കിൽ പോലും ഞാൻ ഫോൺ നോക്കട്ടെ എന്ന് ചോദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും ഫസ്റ്റ് നോക്കുക? ഭയങ്കര ക്രേസ് ഗൂഗിൾ ഹിസ്റ്ററി നോക്കാന്നുള്ളത്. ഗൂഗിൾ ഹിസ്റ്ററി. ലൈക്ക് ഒരാളെ പറ്റി പറയോ ദൈവമേ. ഒരാളെ പറ്റി എന്റെ കൂടെ ഉള്ളവർക്ക് അത് അറിയാന്നുള്ളതാട്ടോ. ഒരാളെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിട്ട് അവരുടെ ഫോണിലെ ഹിസ്റ്ററി നോക്കിയാൽ മതി. പരിചയമുള്ള അപ്പൊ അവരുടെ ക്രേസ് മനസ്സിലാവും. ഇപ്പൊ കാറിനോട് ക്രേസ് ഉള്ളവർ അത് സെർച്ച് ചെയ്യും. പിന്നെ അറിയാലോ. അങ്ങനെയല്ല, അവരുടെ ഇഷ്ടങ്ങൾ അതിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഇപ്പം കാണിക്കാൻ പറഞ്ഞ എന്തായിരിക്കും? അയ്യോ, എന്റെ ഹിസ്റ്ററി ഒക്കെ ഭയങ്കര കോമഡി ആയിരിക്കും. അല്ലെ, ഞാൻ ട്രാൻസ്ലേറ്റർ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇത് ഇന്നെടുത്ത ഫോണാണ്, പുതിയ ഫോണാണ്, iPhone 16 Pro Max. എന്റെ ഹിസ്റ്ററിയിലൊന്നും ഉണ്ടാവില്ല, കാണിക്കണ്ടല്ലോ. ഇതിൽ ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ഹിസ്റ്ററി ഒക്കെ ദൈവമേ. ഞാന് 16 Pro Max ഇപ്പൊ അത് നോക്കിയായിരുന്നു. പിന്നെ അമേരിക്കയിൽ ഇപ്പൊ നടന്ന ഒരു ഇഷ്യൂനെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തായിരുന്നു. പിന്നെ പോക്സോ കേസിന്റെ ഒരു കോട്ട് നോക്കിയത് അതൊക്കെ തന്നെ. പിന്നെ എന്റെ പേരിനെ ഞാൻ നോക്കിയിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ. വിവാഹം ഞാൻ അറിയാണ്ട് നടക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വിവാഹത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? അധികം പ്രായം ഇല്ലാത്തത് കൊണ്ട് ഉടനെ തന്നെ ഉണ്ടാവാം. ആണോ? അയ്യോ ഇല്ല, എനിക്കൊരു 2 yearsനകത്ത് വിവാഹം ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഇപ്പൊ എന്താണ് റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്? കമ്മിറ്റഡ് ആണോ, സിംഗിൾ ആണോ? ഇപ്പൊ ഞാനുള്ള ഒരു റിലേഷൻ ഭയങ്കര സിറ്റുവേഷൻഷിപ്പ് ആണ്. അതൊരു മീൻസ് നമ്മൾ എല്ലാം വാശി പിടിക്കുന്നതിൽ ഭയങ്കര മോശം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര സമയം കൊടുക്കുക എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദ. അപ്പൊ അങ്ങനെ ആ സമയം കൊടുത്ത് എനിക്ക് ഭയങ്കര കുറച്ച് കണ്ടീഷൻസ് എപ്പോഴും ഉള്ള ഒരാളാണ്. കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടി വിഷൻ ഉണ്ട് എനിക്കതിൽ. എനിക്ക് റിലേഷൻഷിപ്പ് വെറുതെ ഒരു പേരിന് നിൽക്കുന്നതിൽ വലിയ താല്പര്യമില്ല. പിന്നെ എനിക്ക് ഓൾറെഡി ഞാൻ 4 years മുന്നേ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ 4 years വേണ്ടി വന്നു അടുത്ത റിലേഷനിലേക്ക് ഞാൻ ആലോചിക്കാൻ പോലെ എനിക്ക് അത്രയും ടൈം എടുത്തു. പിന്നെ വാട്ടെവർ എൻ്റെ ലാസ്റ്റ് റിലേഷൻ ഭയങ്കര പ്യുവറും ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഓർമ്മകളുള്ള ഒരു റിലേഷൻ. അത് എവിടെ ഞാൻ പറയും എന്നുള്ളതാണ്. പക്ഷെ അത് പിന്നെ പാച്ചപ്പ് ആവില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ അടുത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്തുകൊണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് ചിലത് എന്റെ കൺസേൺ ഭയങ്കര വൃത്തികേടാ. ഞാൻ ചിന്തിക്കുന്നത് ഓപ്പോസിറ്റ് നിന്നിരുന്ന ആ വ്യക്തി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഒഴിഞ്ഞു പോയെന്ന് പറയുമ്പോൾ നമ്മൾ മ്യൂച്വലി അത് മനസ്സിലാക്കി. അന്ന് പുള്ളിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഇല്ലെങ്കിലും പുള്ളി രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സാധനമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാവാവുന്ന പ്രശ്നങ്ങൾ. എനിക്കും എപ്പോഴും പ്രണയം തോന്നിയിട്ടുള്ളത് സിസ്റ്റർ പുരുഷന്മാരോട് മീൻസ് ആണ് എന്നുള്ളതാണ്. പിന്നെ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നേക്കാം ഭാവിയിൽ. അപ്പൊ ആൾക്കാർ ഇപ്പം തന്നെ കമന്റ് ഇടുവായിരുന്നു. ഭാവിയിൽ ഞാൻ പറയാട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇപ്പം സിറ്റുവേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം നാദ്രയ്ക്ക് ആ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊരു ലൈക്ക് ആളെ തന്നെ ലൈഫ് പാർട്ട്ണർ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, ലൈഫ് പാർട്ണർ ആക്കാൻ. പക്ഷെ ആളുടെ ഒരു ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ചും കൂടി ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ആൾ. ആരും കുളിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കാൻ മാത്രമല്ല, ജോബിന്റെ കാര്യത്തിലാണെങ്കിലും ആള് പഠിക്കുക. ഒരു മിനിറ്റ്, എന്തോ പോയിട്ടില്ല, ലിപ്സ്റ്റിക് പോയിട്ടില്ല, പല്ലിലായാ? ഇല്ല. ആള് പഠിക്കുവാണ്. അപ്പം പഠിക്കാൻ മീൻസ് അതിൻ്റെ ഒരു എൻഡിലേക്ക് നിൽക്കുകയാണ്. അപ്പം എനിക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ് ജോലി എന്നുള്ളത്. അത് മേ ബി ഞാൻ കുറേ അവസ്ഥ കണ്ട് ഞാൻ ഭയങ്കര താഴ്ന്നു വന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ വളരെ സീറോയിൽ നിന്ന് ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എനിക്ക് ടേക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ എന്നെ തിരിച്ച് ടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാകണമെന്നൊരാഗ്രഹം, നിർബന്ധമല്ല. പക്ഷെ നമ്മൾ പ്രണയിക്കുമ്പോൾ അതൊക്കെ നിർബന്ധം ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ഇങ്ങനെയൊക്കെ ഞാൻ പുറത്തൊക്കെ പോയി ഭയങ്കര ഉപദേശിക്കുന്ന ആളാ ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ട്? നമുക്കുള്ള ഫുഡ് വന്നു. നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ കൊച്ചി ഹോളിഡേ ഇന്നിലാണ്. ഞാൻ സ്ഥിരം വരുന്ന ഒരു ഹോട്ടലാണ്, ഇഷ്ടമുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ ഇതെന്താ ചേട്ടാ? ഇത് ഡിഷ് ഓഫ് ദി മന്ത് ആണ്. ഇതാണ് ഡിഷ് ഓഫ് ദി മന്ത്. ഫ്രൈഡ് റൈസ് വിത്ത് തെരിയാക്കി ചിക്കൻ. ഓക്കേ, ജാപ്പനീസ് ഫ്രൈഡ് റൈസ് വിത്ത് തെരിയാക്കി വെജിറ്റബിൾസ്. വെരി ഗുഡ്. ഇത് പഠിക്കാൻ 2 ദിവസം എടുക്കും. അതെ, ജാപ്പനീസ് ചിക്കൻ ഫ്രൈഡ് റൈസും ജാപ്പനീസ് വെജ് ഫ്രൈഡ് റൈസും നമ്മൾ അങ്ങനെ പറയാം. ഓക്കെ, ട്രൈ ചെയ്തു കഴിച്ചു നോക്ക്. ചോറ് ചീഞ്ചട്ടിയിൽ ഇട്ടതാണ്, കഴിച്ചു നോക്ക്. കഴിക്കണോ ഇപ്പൊ? ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മളിത് കൂക്കു, എന്താ ജാപ്പനീസ് കൂക്കു,
കൂക്കുമല്ല, ജാപ്പനീസ് ചിക്കൻ ഫ്രൈഡ് റൈസും. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര വെസ്റ്റേൺ സ്റ്റൈൽ ജീവിക്കുന്ന ഒരാളല്ല. ചോറും മീൻകറിയും പുളിശ്ശേരിയൊക്കെയാണ് എന്റെ ഫേവറേറ്റ്. അങ്ങനെ ഫുഡാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ എവിടെ പോയാലും കഞ്ഞി ഉണ്ടോന്ന് ഒപ്പം ഒരാളാ. ചോറ് വേണം എനിക്ക്, ഒരു ദിവസം ഒരു നേരം ചോറ് നിർബന്ധ. പിന്നെ ഇതിൽ ചോറുണ്ട് ഗൈസ്. പിന്നെ ഫ്രൈഡ് റൈസിൽ ചോറുണ്ടല്ലോ. ഇത് എവിടെ നിന്ന് പൊക്കും ഞാൻ? അതൊരു ചിക്കൻ ഞാൻ കണ്ടു ഇപ്പോ. ഓ എനിക്ക് വെജിറ്റബിൾ, നിനക്ക് ചിക്കൻ ഇല്ല ആണോ? അയ്യോ ഇല്ല ഇത് വെജിറ്റബിൾ ആണോ? നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ചപ്പോ നല്ലുണ്ട്. എനിക്ക് ഇത് അയ്യോ താങ്ക് യു. കഴിച്ചോക്ക്. അയ്യോ എനിക്കിത് ഞാൻ കഴിക്കണോ? ടേസ്റ്റ് നോക്കാല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത സെഗ്മെന്റിലേക്ക്, അത് ഇടയ്ക്കൂടെ കഴിച്ചോ, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അടുത്ത സെഗ്മെന്റിന്റെ പേരാണ് മേക്ക് ദാറ്റ് വോയിസ്. വോയിസ് ഉണ്ടാക്കണോ? നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് സാധനം തന്നെ പറഞ്ഞോളൂ, ഞാൻ ഉണ്ടാക്കാം. എനിക്ക് നല്ല വെറൈറ്റി ശബ്ദം, ഇങ്ങനെ മൾട്ടി ടാലന്റഡ് വ്യക്തിയാണ് ഞാൻ. കുറച്ച് വോയിസ് ഒക്കെ അനുകരിക്കാറുണ്ട്. ചോദിച്ചോ, ഇനിയിപ്പം ചോദിച്ചിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് ആണ് ഒരു ഞാദ്ര ഇപ്പൊ നടക്കുമ്പോ ഞാദ്രനെ പട്ടി ഓടിച്ചിടുന്നു, അപ്പൊ ഉണ്ടാക്കുന്ന വോയിസ് എന്തായിരിക്കും? അയ്യോ അതൊരു വൃത്തിയുടെ വോയിസാണ്. ഞാൻ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. അപ്പം ഇത് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചു. ഞാനിങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു പട്ടി, എനിക്ക് പട്ടി ഭയങ്കര പേടിയാ. ഈ പട്ടി ഞാൻ കണ്ടിട്ട് ഞാൻ കിടന്ന് നിലവിളിച്ചു. അവിടെ നിൽക്കുന്ന ചേട്ടൻ ഇത് കണ്ടിട്ട് പുള്ളി നോക്കാതെ ആരാ വിളിച്ചതെന്ന്. എനിക്ക് ഞാൻ പേടിച്ചതിനാ എനിക്ക് ഭയങ്കര ഒരു ഗാംഭീര്യമുള്ള ഒരു വോയിസ് വരും. ഒരു മെയിൽ വോയിസ് എനിക്ക് വരും. നമുക്കൊന്ന് ലൈവായിട്ട് കേക്കട്ടെ. അത് പേടിക്കണം, ഞാൻ പേടിച്ചാലേ വരത്തുള്ളൂ. പട്ടി ഇപ്പൊ ഓടിച്ചിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരു പട്ടി ഓടിച്ചിട്ട് എന്തായിരിക്കും? ഇല്ല അത് ഭയങ്കര അത് വൃത്തിയാടാ. ഇപ്പം ഞാൻ പകരം ഞാൻ വേറെ വോയിസ് തരാം നെക്സ്റ്റ്. അത് ചോദിച്ചിട്ട് ഞാൻ ലാസ്റ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ട മെഹർ എന്തെങ്കിലും ഓഫർ ചെയ്യണം എനിക്ക്. ഓക്കെ, എന്താ അപ്പൊ ചേട്ടനാണെങ്കിൽ ഈ രണ്ട് ഫുഡ് ബില്ല് കൊടുത്തോളൂ എന്നൊക്കെ. ഓക്കെ, അടുത്തത് പട്ടി നിങ്ങൾക്ക് നേരെ കുരയ്ക്കുന്നു. ഞാൻ ആ പരിസരത്ത് ഉണ്ടാവില്ല, ഞാൻ ഓടും. അല്ല എന്നാലും ആ സൗണ്ടാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് വല്ല മനുഷ്യന്റെ സൗണ്ട് വേണം, ഞാൻ ഉണ്ടാക്കി തരാം. പട്ടി കുരയ്ക്കുന്ന സൗണ്ടാണ്. പട്ടി എങ്ങനെ കുരയ്ക്കുന്നേ? ഞാനൊരു മൾട്ടി ടാലന്റ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. അതിന് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഓഫർ ചെയ്യണം. എന്നാ ആദ്യം അത് ചെയ്യാം. എന്നിട്ട് ഞാൻ മറ്റേ പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം നട്ടിച്ചൊക്കെ ഉണ്ട്. ഓഹോ, പട്ടച്ചാറായം കൊണ്ട് കൊട്ടാരം നാട്ടിച്ചു. അത് പറയും. ഞാൻ വേറൊരു സൗണ്ടും കൂടെ എടുക്കും. അതും കൂടി ഇഷ്ടപ്പെട്ട ഓഫർ പറക്കരുത്. അതെനിക്ക് ഇപ്പം വന്ന സമയത്ത് എന്തോ പ്രശ്നം ഉണ്ടായിട്ടോ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ നിന്ന്. പക്ഷെ ഇപ്പത്തെ സിനിമയിൽ ഇല്ല എന്നുള്ളതാ. കൊള്ളാലോ, എനിക്ക് ഓഫർ പറയാതെ. ഇപ്പൊ മൾട്ടി ടാലന്റ് അല്ലേ? പട്ടച്ചാരം നന്നായിട്ട് പറഞ്ഞു നോക്കട്ടെ, അത് വേണേ കട്ട് ചെയ്തിടാലോ. പട്ടച്ചാറായം കൊണ്ട് കൊട്ടാരം നാട്ടിച്ചു. ബെറ്റർ അല്ല ഞാനത്. അതെ അതെ അതെ, വേറെ ഞാൻ ചെയ്യും, കൊറേ ചെയ്യായിരുന്നു. ഞാൻ കലോത്സവത്തിന് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കലാതിലകത്തോടൊപ്പം നിൽക്കുന്ന പോയിന്റ് നേടിയ ഒരാളാ ട്രാൻസ്ജെൻഡർ വിഭാഗത്തില്. പക്ഷെ അന്ന് കലാതിലക ഓഫർ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഞങ്ങളൊന്നും ആദ്യം മത്സരിക്കുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു മൾട്ടി ടാലന്റ്. ഡാൻസ് കളിക്കും, പാട്ട് പാടുമോ? പാടുന്ന വെച്ചാൽ പാടി കൊളാക്കും. ഞാൻ 2 വോയിസിലൊക്കെ പാടും. ആണോ? ഒന്ന് പാടോ. എന്നെ കാണിക്കണമെന്നില്ല, ഒരു പൂവിന്റെ പടം അവിടെ വെച്ചാൽ മതി. പാടണോ? പാടിക്കോ. മൗനസരോവരമാകെ ഉണർന്നു സ്നേഹമയോരതമേറെ ഉണർന്നു കനകാങ്കുലിയാം തമ്പുരു മതി. അടിപൊളി അടിപൊളി. ഇതല്ല, ഞാൻ നേരെ നല്ല പാട്ട് പാടും. എനിക്ക് പാട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇത് മതിയോ? ഇത് നല്ലതാ. ഇനി അടുത്ത സെഗ്മെന്റിന്റെ പേരാണ് വിവാദങ്ങൾ ഒഴിവാക്കുക. ഒഴിവാക്കണം, അത് ഒഴിവാക്കണം. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് ലൈക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് വിവാദങ്ങളെ പറ്റി പറയും. സോ നാദിർക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നെഗറ്റീവ് അടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര വൃത്തികേടാ. എനിക്ക് മഴ ഭയങ്കര നെഗറ്റീവാ. മഴ എന്താ നെഗറ്റീവ്? ഞാൻ ഡിപ്രഷൻ വരും എനിക്ക് മഴ കണ്ടാലോ. പിന്നെ ഇരുട്ട് കണ്ടാൽ ഡിപ്രഷൻ വരും. ഇത് എന്തുകൊണ്ടാ? കുട്ടിക്കാലത്തെ ട്രോമകളാകണം. എനിക്ക് അത് പറയുമ്പോൾ ആൾക്കാർ ക്ലാരിറ്റി കൊടുക്കണം. കാരണം കുട്ടിക്കാലത്ത് വീട്ടിലെ പ്രശ്നവും സാഹചര്യവും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ളതുകൊണ്ടായിരിക്കാം ആ ട്രോമ ഭയങ്കര, മഴ ഭയങ്കര എപ്പോഴും നെഗറ്റീവ്. അതെനിക്ക് എന്തുകൊണ്ടായിരിക്കും മഴ ഒരു ട്രോമ വരാൻ കാരണം?
ഇത് തന്നെ നമ്മൾ പണ്ട് ഈ കോട ഇല്ലാതെ സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായ ഒരു കാലഘട്ടം. വാപ്പ ഡെയിലി വേജസിന് കൂലിപ്പണിക്ക് പോയിരുന്നുള്ള. അപ്പം ഈ മഴ വരുന്ന സമയത്ത് അവരുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അടുപ്പിച്ച് 5 ദിവസത്തെ മഴയാണെങ്കിൽ ആലോചിച്ച് നോക്കി പറ്റി നടക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ അങ്ങനത്തെ ട്രോമ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് മഴ എപ്പോഴും മഴയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എന്റെ ഒരു സിനിമയിൽ എന്റെ കഥാപാത്രത്തിന്റെ പേര് പോലും മഴയെന്നാണ്. പക്ഷെ മഴ കാണുമ്പോൾ നെഗറ്റീവ് അടിക്കും. പിന്നെ കറുപ്പ് കണ്ടാലും പ്രശ്നം. കറുപ്പ് കണ്ടാലെന്ന് പറയുമ്പോൾ എനിക്ക് അയ്യോ കറുപ്പ് ഉദ്ദേശം വോളില് കറുപ്പ്, മറ്റു കറുപ്പല്ല കേട്ടോ. കറുത്ത കളറാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഞാൻ ഡ്രസ്സിൽ വരെ കറുപ്പുള്ളതല്ല. എനിക്ക് തറയില് കറുത്ത ടൈല് പറ്റത്തില്ല, ചുമര് കറുത്ത ടൈല് പറ്റില്ല, ഇരുട്ട് തോന്നിക്കുന്ന ലൈറ്റുകൾ പറ്റില്ല. ഞാൻ ഉറങ്ങുമ്പോ പോലും ലൈറ്റ് ഇട്ടാ ഉറങ്ങുന്നത്. അതെനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് അതിൽ അടി തരണം. നിങ്ങൾ അവിടെ ലൈറ്റ് ഇട്ട് ശീലിപ്പിച്ചിട്ടാ ഇപ്പോഴും ഞാൻ ലൈറ്റ് ഇട്ടാ കിടന്ന് ഉറങ്ങുന്നേ. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു തീർത്തിട്ട് പോകുന്നുള്ളൂ ഇവിടുന്ന്. നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് പോവാണ്. ഈ സെഗ്മെന്റിന്റെ പേരാണ് വിവാദങ്ങൾ ഒഴിവാക്കുക. അപ്പൊ ഞാൻ കുറച്ച് വിവാദങ്ങൾ വായിക്കും. ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള കുറച്ച് വിവാദങ്ങളാണ്. അപ്പൊ ഇതിനോട് നാദിറ എങ്ങനെ പ്രതികരിക്കുന്നു? ഓക്കെ, ഫസ്റ്റ് വൺ. നാദിറ മെഹറിൻ ഈശ്വര വിശ്വാസി അല്ല. അല്ലെന്നോ? അൽഹംദുലില്ലാ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. സീരിയസ്ലി, എന്നെ അറിയുന്ന എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര മതവിശ്വാസിയാണ്. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോഴും മുസ്ലിമായിട്ട് തന്നെ ജീവിക്കാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തെറ്റ് തന്നെയാണ്. എനിക്ക് നന്നായിട്ട് നല്ല ബോധമുണ്ട്. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ പാപം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും വിശ്വാസിയാണ്. എനിക്കും അള്ളാഹിക്കിടയിലും അതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിനോട് സംസാരിക്കും. മീൻസ് അങ്ങനെയല്ല, പറയാൻ പറ്റുമല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരല്ലേ ദൈവത്തോട്. അപ്പം അങ്ങനെ സംസാരിച്ച് എൻ്റെ വിഷമങ്ങൾ പറയുന്ന ഒരാളാണ്. അതിന് സൊല്യൂഷൻ കാണാറുണ്ടോ എന്നുള്ളതാണ്. ഞാൻ കുറേ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നില്ല, കാരണം ഭയങ്കര ക്രിഞ്ചായി പോയി. പക്ഷെ എന്നും പറഞ്ഞ് ആ അനുഭവങ്ങളൊക്കെ കടന്ന്, ആ വിഷമം കടന്ന് സന്തോഷത്തിലേക്ക് എത്തിച്ചതും എന്നെ അല്ല തന്നെയാണ്. ഓക്കെ, ഞാൻ വിശ്വാസിയാണ്. അത് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യം. ഞാൻ വിശ്വാസം അല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസിയാണ്. പള്ളിയിൽ 8ാം ക്ലാസ് വരെ പോയി ഖുർആൻ ഹത്തം ഫുള്ളും ഓതിയ ഒരാളാണ്. നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പം എന്തായിരിക്കും പെട്ടെന്നൊരു ഇപ്പോഴും നിസ്കരിക്കാൻ പറ്റാത്തത് ഞാൻ പൂർണ്ണമല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അത് എൻ്റെ പേഴ്സണൽ മാത്രമാണ്. അത് ജനറലൈസ് ചെയ്യരുത്, ഒരു ട്രാൻസിൻ്റെ അവസ്ഥ പറയുന്നതല്ല. ഞാൻ പക്ഷേ ഇപ്പോഴും പൂർണ്ണമല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുള്ളത് കൊണ്ടാണ്. എനിക്ക് പൂർണ്ണമാകുന്ന ഒരു അവസ്ഥ എനിക്ക് എന്തായാലും ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. അന്ന് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അതിന് മുമ്പ് മരിച്ചു പോവുകയാണെങ്കിൽ എനിക്കൊരു മയ്യത്ത് നിസ്കരിക്കണം എല്ലാവരും, അല്ലേ? അതെ, ഇത് മെഹർ കരയുന്നു. അടുത്തത്. ഓക്കെ, നാദിറ മെഹറിൻ ഒരു മലയാളം സെലിബ്രിറ്റിയായി പേഴ്സണൽ റിലേഷൻഷിപ്പിലായിരുന്നു. ആഗ്രഹമുണ്ട് കേട്ടോ, ആയില്ല. പക്ഷെ ആരായിരുന്നു? അതൊന്നുമില്ല. ഞാൻ ഈ ഇടയ്ക്ക് തമാശയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ പറയുമായിരുന്നു. അത് പറയാമോന്ന് എനിക്കറിയില്ല, ഞാൻ പേര് പറയുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഒരാളുമായിട്ട് ഞാൻ ഡേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ക്ലിപ്സ് ഇങ്ങനെ പുറത്തിറങ്ങി വൈറലായിട്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ഫീൽ ചെയ്യും. ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നുണ്ടാവും. അപ്പം പേഴ്സണൽ വീഡിയോ അല്ല, ഞങ്ങൾ തമ്മിലുള്ള ഏതൊരു ഫോട്ടോ അത് മതി. അങ്ങനെ വൈറലായിരുന്നെങ്കിൽ ഇതൊക്കെ തോന്നൽ. ഞാൻ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഭയങ്കര നിഷ്കളങ്കമാണ്. അങ്ങനെ ആഗ്രഹമുണ്ടോ? മെഹറിന്റെ അവസ്ഥ ആലോചിച്ചോട്ടെ, ഏതെങ്കിലും ഫോട്ടോ വൈറലാവണമെന്നൊക്കെ. എന്ത് സെലിബ്രിറ്റി ആയിട്ടുള്ളതോ? അപ്പൊ എനിക്ക് മാത്രല്ലല്ലേ ആഗ്രഹമുള്ളത്? അയ്യോ, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര, എന്റേത് കുറച്ചും കൂടി പേഴ്സണൽ വീഡിയോ ഫോട്ടോ ഇറങ്ങിയാലും പ്രശ്നമില്ല. ബാക്കിലെ ക്യാമറ എങ്ങനെ വരട്ടെ ഞാൻ ആശംസിക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ പറയുമെങ്കിലും നോ. ഓക്കെ, പണപ്പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ടും അത് വീട്ടുകാർക്ക് കൊടുത്തിട്ടില്ല നാദിറ. ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ജീവിക്കുന്നത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അൾട്ടിമേറ്റ്ലി ഞാൻ വീട്ടുകാർക്ക്, അത് പറയേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ എനിക്കൊരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് അതിലൊരു 90 രൂപയും വീട്ടുകാർക്ക് വേണ്ടി ചിലവാക്കാൻ ഭയങ്കര സന്തോഷമുള്ളൊരു കുട്ടിയാണ് ഞാൻ. എൻ്റെ ചില സ്വപ്നങ്ങളൊക്കെ ഞാൻ വേണ്ടാന്ന് വെക്കുന്ന ഒരാളാണ്. എനിക്കത് പ്രശ്നവുമല്ല. ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഒരു തനിച്ചൊരു യാത്ര പോയി ഞാൻ എത്ര കാലമായിട്ട്, ഞാൻ ഇന്നൊരു 2.5 വർഷം കണ്ടാകുന്നു ബിഗ് ബോസിന് കഴിഞ്ഞിട്ട്. എൻ്റെ കൂടെയുള്ള പല സുഹൃത്തുക്കളും അവർ പോകുന്നുണ്ട്. ഞാൻ പോകാഴികയൊന്നും ഇല്ലാട്ടെ, ഞാൻ എനിക്ക് പറ്റുന്ന പരിമിതികളിൽ നിന്ന് പോകാറുണ്ട്. പക്ഷെ ഒരു
ഇന്റർനാഷണൽ ട്രിപ്പോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലൊക്കെ തനിച്ചൊരു യാത്ര ഭയങ്കര ഇഷ്ടമുള്ള സോളോ ട്രിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക്. പിന്നെ അതിൻ്റെ കപ്പാസിറ്റി ഇപ്പോഴാണ് ഉള്ളത്, പണ്ടത് ഉണ്ടായിരുന്നില്ല, നമ്മൾ കുട്ടിയായിരുന്നില്ല. അപ്പോൾ അത് പറ്റുന്ന ഈ സമയത്ത് പോലും എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പോകാന്നുള്ളതാണ്. ആ ലക്ഷ്യം എന്നുള്ളത് വീട്ടുകാരെ സേഫ് ആക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അത് ഏകദേശം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വീട്ടുകാരെ പറ്റി എന്താ പറയാനല്ലേ? ഫാമിലി എല്ലാം വീട്ടുകാർ തന്നെയാണ്. ഉമ്മ, വാപ്പ, ഷാനാസ് അടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലിയാണ്. ഭയങ്കര സന്തോഷമുള്ള ഒരു ഫാമിലി. എവിടെ എന്ത് വിഷമമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഉമ്മ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കരുത്, സൗണ്ടൊക്കെ മാറിയിട്ടില്ല, എന്താ വിഷമമുള്ളത്, ചെറിയ വിഷമം എനിക്ക് ഉണ്ടായെന്നുള്ളതാണ്. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ലോകത്ത് ഒരാൾ എൻ്റെ ഉമ്മ തന്നെ ആയിരിക്കണം. ചിലപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കാം, ദേഷ്യപ്പെട്ടേക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സാധാരണ ഒരു ആൺകുട്ടി വീട്ടിലുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാനത് ഇങ്ങനെ അങ്ങനെ പറയാൻ കാരണം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അവരുടെ നജീബാണ്. അതിലെനിക്ക് ഒരു മാറ്റവും ഇല്ല. ഞാൻ മരിക്കുന്നവരെ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ നജീബ് തന്നെയാണ്. അപ്പം അങ്ങനെ വീട്ടുകാർക്ക് വേണ്ടി അവരുടെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷിക്കുന്ന ഒരു സ്പേസ് എന്നുള്ളത് ഫാമിലിയുടെ ഒപ്പമാണ്. വളരെ കുറവാണെന്നേ ഉള്ളൂ. ഇപ്പൊ വീട്ടിലപ്പോ ഉമ്മ ഇപ്പം പറയും, ഇപ്പൊ അധികം പിന്നെ അറിയാലോ, നമ്മള് കുറച്ചും കൂടി ഓടി നടന്നാലേ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന സ്പേസിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും സംഭവമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭയങ്കര സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ് ഞാനൊക്കെ, അറിയാലോ. അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, എന്നാൽ എന്തൊക്കെ ആയി എന്നുള്ളൊരു പബ്ലിക്കിന് തോന്നലും. പക്ഷെ അത് മാറണമെങ്കിൽ ഞാൻ ഇനിയും ശ്രമിക്കണം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അൾട്ടിമേറ്റ് ഡ്രീം എന്താണ്? എനിക്കിങ്ങനെ സമാധാനത്തോടെ ഉറങ്ങണം എന്നൊക്കെ പലരും പറയുന്നതൊക്കെ അതിന് എൻഡ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും, പണമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുത് എന്ന് തോന്നാറുണ്ട്. കാരണം പണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയേക്കാം തോന്നില്ല. അതിനെ പിറകെയുള്ളൊരു ഓട്ടം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നാദ്രയെ രണ്ടാമതും വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇനി ഞാൻ പുറത്ത് പോകുന്നില്ല ഇനി. അപ്പോഴോ ഇല്ല, വീട്ടിൽ നിന്ന് എനിക്ക് ഇനി താങ്ങും തോന്നുന്നില്ല ഞാൻ അത്. ഞാൻ വേറൊരു കാര്യം ഞാൻ ഇവരുടെ പറയാത്തൊരു കാര്യമാണ്. ഫസ്റ്റ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഈ എൻ്റെ കുറച്ച് ഞാൻ ട്രാൻസ് പേഴ്സൺ ആണെന്നുള്ളൊരു സൂചന അവർക്ക് പല ഭാഗത്തുനിന്ന് കേൾക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ ഭയങ്കര അപ്പോഴും എന്നെ അവർ സംശയിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അവർ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്തു. പിന്നെ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിക്കകത്ത് ഉണ്ടാവുന്ന പ്രശ്നം അറിയായിരിക്കുള്ളൂ. ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാരുടെ അറ്റാക്ക് വീട്ടുകാർ ഫേസ് ചെയ്യണം. വീട്ടുകാരെ അല്ല ഞാൻ എപ്പോഴും കുറ്റം പറയുന്നത്, അവർക്ക് ചുറ്റുമുള്ള കുടുംബക്കാര്, സദാചാര ബോധമുള്ള മനുഷ്യർ, മതം ഒക്കെയാണ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. അവര് അന്നത് ചെയ്തത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം തോന്നും കേട്ടോ. അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് ഭയങ്കര 18 വയസ്സുള്ള ഒരു പയ്യൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നാളെ എവിടെ കിടന്നുറങ്ങും, എങ്ങനെ ഭക്ഷണം കഴിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. അതിന് ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. മെഹർ എപ്പോഴും പട്ടിണി നടന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, കയ്യിലൊരു 100 രൂപ എടുക്കാനില്ലാത്തൊരവസ്ഥയിൽ കണ്ടിന്യൂസ് ജീവിക്കേണ്ടി വരുന്ന, എന്നാൽ മറ്റൊരു ഓപ്ഷൻ ഒന്നും അന്നും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പോലും പ്രാപ്തിയായിട്ടുള്ള ഒരാളല്ല ഞാനന്ന്. അപ്പൊ ഞാൻ വീട്ടിൽ ഉമ്മാനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഒരിക്കൽ കോളേജിൽ പോയ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, ചിലരെങ്ങാണ്ടുള്ളൂ. അപ്പോൾ 1 രൂപ എങ്ങാണ്ട് കുറവാണ്. അപ്പൊ ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആൺകുട്ടിയുടെ രൂപത്തിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ബസ്സിൽ കയറിയിട്ട് അപ്പൊ ഒരു ഊമയുള്ള ചേട്ടനുണ്ട്. അപ്പൊ പുള്ളിയോട് ഞാൻ 1 രൂപ കടമുണ്ടോ, ഞാൻ എന്നും കാണുന്ന ഒരാളാണ്. അപ്പൊ 1 രൂപ കടം വാങ്ങിച്ചിട്ട് ആ ബസ്സിൽ കയറി. ഞാൻ കോളേജിൽ പോകണം, എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ബസ്സിൽ കയറി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഉമ്മയെ വിളിച്ചിട്ട് കരഞ്ഞു പറയണു, ഉമ്മ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരാം, എന്നെ ഒന്ന് വീട്ടിൽ കയറ്റി, ഞാൻ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ കേൾക്കാം, ഞാൻ മുടി വെട്ടാം, അനുസരിക്കാം, വാപ്പാനോട് പറ എന്നെ ഒന്ന് തിരിച്ച് വീട്ടിലോട്ട് കയറ്റാനെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നത്. കരഞ്ഞു ഭയങ്കര. എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ബസ്സിന്റെ ഒരു ഭാഷത്തേക്ക് ഞാൻ ഇങ്ങനെ കരയുന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഉമ്മാക്ക് ഭയങ്കര എന്താ പറയട്ടെ ലിമിറ്റേഷൻസ് ഉണ്ട് ആ വിഷയത്തിൽ. ഉമ്മാക്ക് ആഗ്രഹമുണ്ട്, അൾട്ടിമേറ്റ് ഉമ്മാക്ക് ഞാൻ തിരിച്ച് വീട്ടിൽ വരണം. പക്ഷെ ഉമ്മ പാപ്പാനോട് ചോദിക്കുന്നതും പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം ഉമ്മാക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഉമ്മ എന്നിട്ടും ചോദിച്ചു, അത് വലിയ പ്രശ്നമായി. എന്നിട്ടും ഞാനത് സഹിച്ചു. അങ്ങനെ ഒരു 2-3 വർഷം അങ്ങനെ കടന്നുപോയി. ഇപ്പം ചിന്തിക്കുന്നത് തിരിച്ചവർ അന്ന് വിളിച്ചിരുന്നെങ്കിൽ നാദിറ ഇല്ല എന്നുള്ളതാ. എവിടെയെങ്കിലൊക്കെ ഞാൻ സാക്രിഫൈസ് ചെയ്ത് ആർക്കൊക്കെ വേണ്ടിയിട്ട്, ആർക്കൊക്കെ എന്നല്ല, പലരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു നജീബിന് നിങ്ങൾക്ക് ചിലപ്പോൾ കാണേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് കാണേണ്ടി വരില്ല, എവിടെയെങ്കിലൊക്കെ ജീവിച്ചേക്കാം. പക്ഷെ അന്നത് ആ ഒരു തീരുമാനം ദൈവമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് വളരെ നന്നായി തോന്നാറുണ്ട്. ഇത് ഞാൻ ആരുടെ പറയാത്തൊരു കഥ കേട്ടോ. നാദിറ മെഹറിൻ ഒരു കാലത്ത് സ്വന്തം സുഹൃത്തിനെ ക്രൂരമായി വഞ്ചിച്ചിട്ടുണ്ട്. ഞാനോ? ഞാൻ ഭയങ്കര പൊസസീവ്നെസ്സും കുശുമ്പും അസൂയൊക്കെ ഉള്ള ഒരാളാ.
വഞ്ചിച്ചിട്ടൊന്നുമില്ല, പറ്റിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഉടായിപ്പാ കാര്യത്തിൽ. എന്താ വിളിക്കുന്നു, ഇതുപോലെ ഞാൻ പറ്റിക്കും, അത്രേ ഉള്ളൂ. ആരും വിളിച്ചിട്ടില്ല അവിടെ, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞു ഭയങ്കര, ഞാൻ എൻ്റെ സർക്കിളിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എത്ര ക്രിഞ്ച് ആണെങ്കിലും ഞാൻ ചില കോമഡി അടിക്കും. നിർത്തിക്കൂടെ എന്നൊക്കെ ഒരു ചോദിക്കും, പക്ഷെ എന്നാലും ഞാൻ അടിക്കും. ആർക്കും കേൾക്കാത്ത കോമഡി. അയ്യോ എന്തോരം, ഇപ്പൊ ആരും ഇല്ലാണ്ട്, ഇപ്പൊ ഇല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ഞാൻ വരുന്ന ആളായിരുന്നു. വരുന്നുണ്ട് എല്ലാരും. ഓക്കെ, അടുത്തത്. നാദ്ര പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം മിനുക്കിയിട്ടുണ്ട്. സത്യം പറയണോ? ഇത് അല്ല സത്യം പറയണോ? ഞാന് ചെയ്തിട്ടുണ്ട്, ഞാൻ സർജറീസ് ചെയ്തിട്ടുള്ള ആളാണ്. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്.